ഹായ് H2O വാട്ടർ സ്കൂളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് പേര് ചോദിച്ച സംശയമാണ് കിണർ ക്ലോസ് ചെയ്തുക, അതായത് കിണർ അടച്ചിടുക, മൂന്നിൻ്റെ സ്ലാബ് ഇട്ട് അടച്ചിടുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതെന്തെങ്കിലും പ്രശ്നങ്ങൾ വെള്ളത്തിലുണ്ടാക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറേ പേര് സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ക്ലാരിഫിക്കേഷനാണ് വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബ്ലേസ്, ഞാൻ വാട്ടർ ക്വാളിറ്റി റിസർച്ചറാണ്. വാട്ടർ ക്വാളിറ്റിക്കുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങളുടെ സംശയം ക്ലാരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. നേരിട്ട് സംസാരിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്. ഇതിലേക്ക് വാട്ടർ എന്ന് മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് 6 മണി മുതൽ 7 മണിയുടെ സമയത്ത് ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. ഞാനാണ് തിരിച്ചു വിളിക്കുക. ഇത് ഒരു പെയ്ഡ് നമ്പറാണ്. ഇതിലേക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോം വരും, അത് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. ഇങ്ങോട്ട് വിളിച്ചാൽ കണക്ട് ആവാൻ ബുദ്ധിമുട്ടാണ്, അങ്ങോട്ടാണ് ഞാൻ വിളിക്കുക 6 മണി മുതൽ 7 മണിയുള്ള സമയത്ത്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക്ക് ഇതാണ്: കിണർ പൂർണ്ണമായി അടച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വെള്ളത്തിലുണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് പ്രധാനമായിട്ടും കിണർ ക്ലോസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഓക്സിജനുമായിട്ടുള്ള കോൺടാക്റ്റ് അല്ലെങ്കിൽ ഓക്സിജനുമായിട്ടുള്ള സമ്പർക്കം കുറയുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു പാടത്താണ്. ഈ പാടത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു വാസ്റ്റ് ഏരിയയിൽ വെള്ളം സ്പ്രെഡായി കിടക്കുകയാണ്. വാസ്റ്റ് ഏരിയയിൽ സ്പ്രെഡായി കിടക്കുമ്പോൾ എന്താണ്, നമ്മുടെ വെള്ളം ഒരു തിൻ ലെയർ പോലെയായിട്ട് ഒഴുകാണ്. അതായത് ഇതിന് യാതൊരുവിധ അടച്ചു വെക്കുന്ന സംവിധാനങ്ങളോ അല്ലെങ്കിൽ എയറുമായിട്ട് കോൺടാക്റ്റ് മാക്സിമം വരികയാണ്. കാരണം വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒഴുകുമ്പോൾ വെള്ളത്തിൻ്റെ കനം കുറഞ്ഞ് തിക്നെസ് കുറഞ്ഞൊഴുകും. നമ്മുടെ കിണറിനെ സംബന്ധിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ വെള്ളം ഇതുപോലെ വലിയ കനത്തിലായിരിക്കും നിൽക്കുക. കാരണം സ്പ്രെഡിങ് റേറ്റ് അല്ലെങ്കിൽ കിണറിൻ്റെ വട്ടം കുറവായിരിക്കും, ആഴമായിരിക്കും കൂടുതൽ. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജനുമായിട്ടുള്ള കോൺടാക്റ്റ് കുറയും. വെള്ളത്തിൽ ഓക്സിജനുമായിട്ടുള്ള കോൺടാക്റ്റ് കുറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും. അതിൽ പ്രധാന പ്രശ്നം pHയിലുള്ള വേരിയേഷൻ സംഭവിക്കും. അതായത് വെള്ളത്തിൻ്റെ ഓക്സിജനുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോൾ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ എയറുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ പെട്ടെന്ന് അത് റിലീസായി പോകും. പ്രത്യേകിച്ച് സൾഫേറ്റുകൾ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലതരം പൊട്ട സ്മെല്ലുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ തന്നെ എന്ത് സംഭവിക്കും? അത് എയറായിട്ട് കോൺടാക്റ്റ് വരുമ്പോൾ ഭൂരിഭാഗം പ്രശ്നങ്ങളും വെള്ളത്തിൻ്റെ കുറഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് എയറായിട്ട് കോൺടാക്റ്റ് കുറവ് വരുന്നത് കൊണ്ടാണ് ബോർവെല്ലുകളിൽ പ്രശ്നം കൂടാനുള്ള കാരണം. ബോർവെൽ എന്ന് പറയുമ്പോൾ ഒരു ക്യാവിറ്റിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ നമ്മൾ ഡീപ്പ് ചെയ്ത് താഴെ നിന്ന് അതിൽ നിന്ന് എടുക്കുകയാണ്. കാരണം അതിന് ആയവട്ടം തീരെ കുറവായിരിക്കും. ചെറിയ ഒരു ദ്വാരത്തേക്കൂടെ നമ്മൾ ഫുട്ബോൾ ഇറക്കിയിട്ട് നമ്മൾ വെള്ളം എടുക്കുകയാണ്. അപ്പോൾ എയറായിട്ട് കോൺടാക്റ്റ് കുറയുന്നുണ്ട്, നമുക്ക് സൾഫേറ്റ് ചിലപ്പോൾ കൂടും, ഹാർഡ്നെസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വെള്ളത്തിനുണ്ടായിരിക്കും. അപ്പോൾ എയറായിട്ട് കോൺടാക്റ്റ് വന്നിട്ടില്ലെങ്കിൽ വെള്ളത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ പ്രശ്നമാണ് സൾഫേറ്റിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് കാണുക, വെള്ളത്തിൻ്റെ ടേസ്റ്റ് വ്യത്യാസം കാണുക. കാരണം ഈ എയറായിട്ട് കോൺടാക്റ്റ് ഇല്ലാതെ വരുമ്പോൾ മറ്റ് വാതകങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റ് മിനറലുകളായിരിക്കാം, അതൊക്കെ എല്ലാം തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കും. പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ്, രുചി വ്യത്യാസം അനുഭവപ്പെടും. അപ്പം ഡിസോൾവ്ഡ് ഓക്സിജൻ, അതിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറയും. മനുഷ്യനെ സംബന്ധിച്ച് ഡിസോൾവ്ഡ് ഓക്സിജൻ ഒരു പ്രാധാന്യം ഇല്ലാത്തൊരു പാരാമീറ്ററാണ്. എന്നിരുന്നാലും വെള്ളത്തിൻ്റെ ടേസ്റ്റിന് ഡിസോൾവ്ഡ് ഓക്സിജൻ ആവശ്യമാണ്. എയറായിട്ട് കോൺടാക്റ്റ് വരുമ്പോഴാണ് വെള്ളത്തിൻ്റെ ടേസ്റ്റ് കൂടുക. അതാണ് നമ്മുടെ ഈ സ്ട്രീമുകളുടെ അല്ലെങ്കിൽ അരുവികളിലെ വെള്ളത്തിനൊക്കെ ടേസ്റ്റ് കൂടാനുള്ള കാരണം. നമ്മുടെ മിനറലുകളിലും കല്ലുകളിലും തട്ടി ഒഴുകുമ്പോൾ വെള്ളത്തിൻ്റെ ഈച്ച് ആൻഡ് എവരി ഡ്രോപ്ലെറ്റുകൾ ഓക്സിജനുമായിട്ട് കോൺടാക്റ്റ് വരികയാണ്. അങ്ങനെ വഴി വെള്ളത്തിൻ്റെ കണ്ടാമിനേഷൻ ഈ അറ്റ്മോസ്ഫിയറിലേക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയും വെള്ളത്തിന് സ്വാഭാവികമായിട്ട് ടേസ്റ്റ് എയറേഷൻ കൂടി അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കൂടി വെള്ളത്തിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കിണർ ഒരിക്കലും പൂർണ്ണമായിട്ട് സ്ലാബ് ഇട്ട് അടയ്ക്കാൻ പാടില്ല. നമ്മൾ നെറ്റുകൾ മാത്രം ഉപയോഗിച്ച് കിണർ അടയ്ക്കണം. പിന്നെ ഒരുപാട് സൺലൈറ്റ് പെർക്കുലേറ്റ് ചെയ്യുന്നത് നല്ലതല്ല. വെള്ളത്തിലേക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ നമ്മൾ സൈഡിലൊക്കെ നോക്കിയാൽ കാണാം ഒരുപാട് ആൽഗകളുടെ ഗ്രോത്ത് ഒക്കെ കാണാൻ സാധിക്കും ഈ ഓപ്പൺ സ്ട്രീമുകളിൽ. കാരണം ഒരുപാട് വെളിച്ചം അടിച്ചാലും ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് കൂടുതലായിട്ട് ബാധിക്കും. അപ്പോൾ കാരണം ഇതുപോലെ ഒരു ഒഴുകുന്നൊരു വെള്ളമല്ലല്ലോ കിണർ, ആ വെള്ളത്തിൽ കെട്ടി നിന്ന് ആളുകളിലൊക്കെ നമുക്ക് ചീഞ്ഞഴിഞ്ഞ് നൈട്രേറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ കാണിക്കും. അപ്പോൾ ഒരു പരിധി വരെ അല്ലെങ്കിൽ എയറായിട്ട് കോൺടാക്റ്റ് നിർബന്ധമാണ് വെള്ളത്തിന്. അത് വിചാരിച്ചിട്ട് വെള്ളത്തിൻ്റെ നമ്മുടെ നെറ്റ് വലകളെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, പൂർണ്ണമായിട്ട് സ്ലാബ് ഉപയോഗിച്ച് കിണർ അടയ്ക്കാൻ പാടില്ല. അത് കിണറിലെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയെ സാരമായി ബാധിക്കും. വെള്ളത്തിന് നിങ്ങൾക്കെല്ലാം ക്ലിയറായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് വെള്ളത്തെ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നേരിട്ട് സംസാരിക്കുന്ന ആഗ്രഹർക്ക് വാട്ടർ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.